പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു തന്ത്രി പെരുങ്കള്ളനാണ് എന്ന് പറഞ്ഞു. പക്ഷെ ജയിലിൽ വേറൊരാൾ കിടപ്പുണ്ട്, പത്മകുമാർ. പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവും ഒക്കെ ആയിരുന്ന പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമായിരുന്നു. പത്മകുമാർ ആണ് എന്ന് ഗോവിന്ദൻ പറഞ്ഞില്ല. അതേസമയം തന്ത്രി പുറത്തിറങ്ങിയതാകട്ടെ കോടതി ഒരു അയോട്ട ഓഫ് എവിഡൻസ്, ഒരു തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്ന് കോടതി കണ്ടെത്തിയിട്ട് കൂടി ആണ്. അപ്പോൾ ഇത് കാര്യമായി സമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. തന്ത്രിക്ക് തന്ത്രപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ കോടതി വിധിയുടെ പിന്നാലെ പലരും വാദിച്ച് പുറത്തു വന്നിട്ടുണ്ട്. തന്ത്രിക്ക് അത്തരം അധികാരങ്ങൾ മാത്രമാണോ? ശ്രീകോവിലിൽ ഒരു ക്രൈം നടന്നാൽ തന്ത്രി ഇടപെടേണ്ടതല്ലേ? സ്വന്തം വീട്ടിൽ തന്നെ ഒരു കള്ളം കയറി ഭാര്യയുടെ താലിമാല മോഷ്ടിച്ചു കൊണ്ടുപോയാൽ തന്ത്രി കള്ളനെ കയറി പിടിക്കേണ്ടതല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെയാണോ ഈ ചർച്ച പോകേണ്ടത്? കുറച്ചുകൂടി കാര്യമായി ചർച്ച ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ഇതിൽ TGയുടെ അഭിപ്രായം എന്താണ്? സാറേ, ആദ്യം ഗോവിന്ദൻ്റെ കാര്യം പറയാം. പത്മകുമാറിനെ പറ്റി മിണ്ടുന്നില്ല. പത്മകുമാറിൻ്റെ പേരിൽ പാർട്ടി നടപടി എടുത്തിട്ടില്ല. അതേസമയം തന്ത്രിയെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ പേര് പറയില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന വ്യക്തികളാണ്. ഒരാൾ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിരുന്നു, മറ്റേ ആൾ അമേരിക്കൻ പ്രസിഡന്റ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഒരു ഏകാധിപതിയൊക്കെയാണ്. പക്ഷേ നമ്മുടെ നെഹ്റുവും ഈജിപ്ഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും വലിയ കൂട്ടുകാരാണ്. ഒരു പത്രക്കാരൻ ചോദിച്ചു ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ പറ്റി, ഈസ് ഹി നോട്ട് എ ബാസ്റ്റേഡ് എന്ന് ചോദിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് മറുപടി പറഞ്ഞു, ഹീ ഈസ് എ ബാസ്റ്റേഡ് ബട്ട് ഹീ ഈസ് അവർ ബാസ്റ്റേഡ്. ഇത് ഞാൻ ഇതിലൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഒരു മലയാളിയായ പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്രത്തില്. അങ്ങേരെ ഖുശ്വന്ത് സിംഗിന് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഖുശ്വന്ത് സിംഗ് പറഞ്ഞു, ഹി വാസ് എ ബാസ്റ്റേഡ്, ഹിസ് ഫാദർ വാസ് ഓൾസോ എ ബാസ്റ്റേഡ്. അപ്പോൾ ആ ന്യായം വെച്ചിട്ടാണ് ഗോവിന്ദൻ പറഞ്ഞത് പത്മകുമാറും പേരും കള്ളനാണ്, പക്ഷേ എൻ്റെ കള്ളനാണ്, തന്ത്രി എൻ്റെ കള്ളനല്ല. ഇതാണ് എൻ്റെ ന്യായം. രണ്ടാമത്, ഇപ്പോൾ SITയും തന്ത്രിയും തമ്മിലുള്ള ആർഗ്യുമെൻ്റ് സാർന്നു. SIT പറയുകയും കോടതി അംഗീകരിക്കുകയും ചെയ്ത, അല്ല, തന്ത്രി പറയുകയും കോടതി അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. തന്ത്രിക്ക് ഇതിനൊന്നും യാതൊരു പങ്കുമില്ല. SIT പറഞ്ഞു അല്ല, അത് തന്ത്രിക്ക് തന്നെയാണ് പങ്ക്. 2018 പോയി നോക്കുക. സർക്കാരിൻ്റെ ഒരു ബ്രാഞ്ചാണല്ലോ SIT. അന്ന് സർക്കാർ പറയുന്നത് തന്ത്രിക്കൊരു പങ്കുമില്ല, ആരാ തന്ത്രി മാറാം, ഞങ്ങൾ സ്ത്രീകളെ കയറ്റാൻ പോകണം. അന്ന് തന്ത്രിയുടെ ആർഗ്യുമെൻ്റ് എന്താ? ഞാനാണ് ആര് കയറണം തീരുമാനിക്കുന്നത്, ഞാൻ വാതിലടയ്ക്കും. അല്ലാതെ ശ്രീധരൻപിള്ളിയല്ലേ? അല്ല, തന്ത്രിയാണ് തീരുമാനിച്ചത്. തന്ത്രി സാധാരണ ദേവഹിതം നോക്കിയാണ് തീരുമാനിക്കുന്നത്. അത്തവണ പിള്ളഹിതം നോക്കിയെന്നേ ഉള്ളൂ. ദേവന്റെ അനുജ്ഞയ്ക്ക് പകരം പിള്ളയുടെ അനുജ്ഞ മേടിച്ചു. ഇതാണ് തന്ത്രി ചെയ്തത്. കാരണം നിയമം ഇന്നോളാണ്. ദൈവത്തിന് നിയമം അറിയാമല്ലോ. ഭരണഘടനയും സംഗതിയൊക്കെ വക്കീലിനല്ലേ അറിയാമല്ലോ, മറ്റേ പുള്ളിക്ക് അതറിയില്ല. ഇപ്പോൾ ഈ പഴയ ഇംഗ്ലണ്ടിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. പള്ളിയോട് ചേർന്നൊരു ബാറിന് പെർമിറ്റ് കൊടുത്തു. ബാർ കൺസ്ട്രക്ട് ചെയ്യാണ് ബിൽഡിംഗ്. പള്ളിക്കാർക്ക് രക്ഷയില്ല. അവിടെ ഈ 200 മീറ്റർ അകലം പാലിക്കണം, അങ്ങനെയൊന്നുമില്ല. കോർപ്പറേഷൻകാർ ലൈസൻസ് കൊടുത്തതിന് വെച്ച് ബാറ് പണിയുന്നത് നിരീശ്വരവാദിയാണ്. അയാളോട് നല്ല വാക്ക് പറഞ്ഞു, യേശുക്രിസ്തു പിണങ്ങും കേട്ടോ. ഏത് യേശുക്രിസ്തു? ഞാനിതിനൊന്നും വഹിക്കുന്നില്ല എന്ന് അയാൾ. ഇവർ കുടുങ്ങി. പള്ളിയിൽ പ്രാർത്ഥന തുടങ്ങി. ഇയാളുടെ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴണേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് 3 നേരം പ്രാർത്ഥന. ഇയാളാണ് ഈ ബിൽഡിംഗ് ഇങ്ങനെ കെട്ടിപ്പൊക്കുന്നത്. ഒരു ദിവസം ഈ ബിൽഡിംഗ് ഉരുണ്ട് വീണു, പണിഞ്ഞുകൊണ്ടിരുന്ന ബിൽഡിംഗ്. ഇയാൾ കേസ് കൊടുത്തു. ഇവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എൻ്റെ ബിൽഡിങ് ഇടിഞ്ഞു. അതുകൊണ്ട് ഇവരെനിക്ക് നഷ്ടപരിഹാരം തരണം. ഇവർ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് യാതൊരു ശക്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ കാരണമല്ല. ഇപ്പോൾ വിശ്വാസികൾ കോടതിയിൽ വാദിക്കുകയാണ്
പ്രാർത്ഥനയ്ക്കൊരു ശക്തിയില്ല, അതൊക്കെ വെറുതെ ഞങ്ങൾ ബഹളം വയ്ക്കുന്നില്ലേ, ഒരു ശക്തിയില്ല. നിരീശ്വരവാദി പറയുന്നു അങ്ങനെയല്ല, ഇവരുടെ ഈശ്വരൻ ഭയങ്കരനാണ്, അയാൾ എൻ്റെ ബിൽഡിംഗ് ഇടിച്ചിട്ടും എനിക്ക് നല്ല വിചാരമാണ്. ഈ തലതിരിഞ്ഞു നിലപാടുകൾ കോടതി കേസ് ജയിക്കാൻ വേണ്ടി. ഇതുപോലെയാണ് 2018 തന്ത്രി പറഞ്ഞു, ഐ ആം ദ മൊണാർക്ക് ഓഫ് ഓൾ ഐ സർവേ. ഞാനാണ് വാതിൽ തുറക്കണോ സ്ത്രീകളെ പ്രവേശിപ്പിക്കണോ അടയ്ക്കണോ ഒക്കെ ഞാൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ശ്രീധരൻപിള്ള ഐ വിൽ ഡിസൈഡ്. സർക്കാർ പറഞ്ഞു പോകാൻ പറ, ആരുടെ തന്ത്രി, ഞങ്ങൾ കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസും ഒക്കെ ആയിട്ട് സർക്കാർ. ഇപ്പോൾ കോടതി വന്നിട്ട് SIT പറയുന്നു തന്ത്രിയാണ് എല്ലാം. പുള്ളി അറിഞ്ഞിരിക്കണമായിരുന്നു, പുള്ളി തടയണമായിരുന്നു. തന്ത്രി പറയും എനിക്കെന്ത്, ശ്രീകോവിലിന് വാതിലുണ്ടോയെന്ന് പോലും ഞാൻ നോക്കാറില്ല. നേരത്തെ വാതിലടയ്ക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ പറയുന്നത് വാതിലിളക്കിയോ കട്ടളപ്പാളി വാതിൽ കൊണ്ടുപോകുന്ന മനസ്സിലാക്കി കട്ടള അതിനെ അടിച്ചുകൊണ്ട് പോയി, ഫ്രെയിം തന്നെ ഇല്ല. അല്ലേ ഞാൻ ചോദിക്കുന്നത്, സാധാരണ ഒരാള് പറയുന്നത് കേട്ടെ, ഈ തന്ത്രിക്കല്ല അങ്ങനെ ശ്രീകോവിലിന്റെ വാതിലൊക്കെ ആരെങ്കിലും പൊളിച്ചുകൊണ്ടുപോയ ഉത്തരവാദിത്വം മേൽശാന്തിക്കാണെന്ന്. തന്ത്രിക്ക് അത്ര പോലും ഇല്ല. അല്ല, ഇപ്പം നാളെ തന്ത്രി പറയാൻ പോകുന്നത് അവിടെ വിഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പൂജ ചെയ്യും, വിഗ്രഹം ഇല്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. അല്ലേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെങ്കിലും ഒരു സാമാന്യ ബുദ്ധിയുണ്ടല്ലോ. ഇപ്പോൾ നമ്മളെ വീട്ടിൽ സാറ് നേരത്തെയൊക്കെ പറഞ്ഞ പോലെ വാടകയ്ക്ക് ഒരാൾ നമ്മുടെ വീട് കൊടുത്തിരിക്കുന്നു, അയാൾ വാടകയ്ക്ക് അവിടെ താമസിക്കുന്നു. അയാൾ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ എത്തുമെന്ന് ആ വീട്ടിലെ വാഴക്കുല വെട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ ഇയാൾ ഒന്നിലേക്ക് തടയണം, അല്ലെങ്കിൽ ആരുടെ അത് വെട്ടാൻ വരുന്നത് എന്ന് ചോദിക്കണം, അതല്ലെങ്കിൽ ഇയാൾ നിലവിളിക്കെങ്കിലും ചെയ്യണ്ടേ. ഒന്നുമില്ല, ഉടമസ്ഥനെ വിളിച്ച് പറയുക വാഴക്കൊല ആരോ രാത്രി വെട്ടിക്കൊണ്ട് പോയി കേട്ടോ, ഞാൻ ഉറങ്ങുമായിരുന്നു എന്ന് പറയുമെങ്കിലും അതെങ്കിലും ചെയ്യണ്ടേ. ഇതെല്ലാത്തിൻ്റെയും ഉടമയാണ്, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ എന്താണ് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതായിട്ടുള്ള തന്ത്രിയുടെ ആർഗ്യുമെന്റ് എന്താണെന്നറിയാമോ, ഉടമസ്ഥൻ തന്നെയാണ് വന്ന് വാഴക്കൊല വെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വെട്ടാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ 2018 നിങ്ങൾ പറഞ്ഞു എന്തിനാ? അന്ന് വാതിൽ നിങ്ങളുടെ ആയിരുന്നു, തുറക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ വാതിൽ തന്നെ അഴിച്ചുകൊണ്ട് പോകാൻ നേരത്ത് വാതിലെ കണ്ടാണ് അതാ അഴിച്ചു, ഞാനെന്ത് ചെയ്യാം? അല്ല, ഇതൊരു വലിയൊരു അപ്സൈഡ് പ്രോസസ് അല്ലേ, ഒരു അസംബന്ധ നാടകം പോലെ ഇവരെല്ലാവരും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ പറ്റിക്കുന്നൊരു. എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും? എനിക്ക് ഇതിൽ വലിയ സംശയം തോന്നുന്നത്, ജഡ്ജ് എന്താണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ ജാമ്യം കൊടുക്കുന്ന സമയത്ത് വിധി പ്രസ്താവിച്ച ആ ജഡ്ജിൻ്റെ ഉദ്ദേശം അത്ര സദുദ്ദേശമായിരുന്നു സംശയിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മൾ ഈ ജഡ്ജിയെ വ്യക്തിപരമായിട്ടൊന്നും പറയാൻ പാടില്ല, ജഡ്ജ്മെന്റിനെ ക്രിറ്റിസൈസ് ചെയ്യാം എന്നാണല്ലോ. അപ്പൊ ഈ ജഡ്ജ്മെന്റിന്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന അഭാഗങ്ങൾ നീക്കിക്കിട്ടണം എന്നാവശ്യപ്പെട്ട് മറ്റേ സ്പീക്കറോട് നിയമസഭയിലും പാർലമെന്റിലും എക്സ്പെൻഡ് ചെയ്യണം എന്ന് പറയുമല്ലോ എന്ന് SIT പറയാൻ പോകുന്നു. കോടതിയെ സമീപിക്കാൻ പോവാണ്. ഈ അയോട്ട ഓഫ് എവിഡൻസില്ലേ തുടങ്ങിയ സാധനങ്ങൾ മാറ്റിക്കളയണം. അതിപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് എവിഡൻസ് കൊടുക്കണ്ടേ. ഇപ്പൊ എവിഡൻസ് തന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, CPM കാരുണ്ടല്ലോ. അപ്പൊ ഒന്നും കൊടുക്കരുതെന്ന് മറ്റേ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് ജഡ്ജി പറയുന്നു. ഇല്ലെങ്കിൽ ഈ 41 ദിവസം ഇയാളെ ജയിലിൽ വെച്ചുകൊണ്ടിരുന്നത് എന്തിനാണ് ജഡ്ജി? ജുഡീഷ്യൽ കസ്റ്റഡി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പോലീസുകാർ പറയും സാർ ഇവൻ കള്ളനാണ്, ഇവൻ ഭയങ്കരനാണ്, ഇവനെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും പറഞ്ഞിട്ടാണ് റിമാൻഡ് റിപ്പോർട്ട്. ഈ റിമാൻഡ് റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഈ ജഡ്ജി ഇങ്ങനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കുന്നത്. ജഡ്ജിയുടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സബ് ജയിലിലേക്ക് വിടുന്നു. ജഡ്ജിയുടെ കസ്റ്റഡിയിലാണ് അങ്ങനെ 14 ദിവസത്തേക്ക് റിമാൻഡ്. 14 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവർ വന്നിട്ട് ഇവൻ കള്ളനാണ്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യാണ്ട്, ശരി 14 ദിവസം കൂടെ കസ്റ്റഡിയിൽ വെച്ചു. വീണ്ടും 14 ദിവസം വെച്ചു, 41 ദിവസം. എന്തിനു വെച്ചു? അത് ജഡ്ജിയല്ലേ അതിന് ഉത്തരം പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. അല്ല, അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ ആണ് ഈ ശബരിമല. ഞാൻ സിംഗിൾ ജഡ്ജിയാണെന്ന് ഈ ജഡ്ജി പറയുമായിരിക്കും. അല്ലെ, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി സാർ, ഒരു കുറ്റവാളിയെ റിമാൻഡ് ചെയ്യുന്നത് ജഡ്ജിയാണ്. റിമാൻഡ് ചെയ്യാനുള്ള കാരണങ്ങളുണ്ടോ എന്നങ്ങേര് നോക്കും. ഇപ്പോൾ സാറിന് നാളെ രാവിലെ പോലീസിന് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. കോടതി വേറെ, ഈ കോടതി വേറെ. ഇല്ല, ഇതേ കോടതിയാണ് റിമാൻഡ് ചെയ്യുന്നത്. ആദ്യം റാന്നി കോടതിയിലായിരുന്നു ഈ കേസ്.
പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വന്നപ്പോഴാണ് കൊല്ലത്ത് അതിൻ്റെ കൊല്ലത്ത് പവറുള്ള കൊല്ലത്ത് ജഡ്ജിക്ക്. അത് കഴിഞ്ഞുള്ള റിമാൻഡ് എക്സ്റ്റൻഷൻ എല്ലാം കൊല്ലത്ത് ഈ ജാമ്യം കൊടുത്ത് ജഡ്ജി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സാറിനെ വേണമെങ്കിൽ നാളെ പോലീസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാറ് കൊലപാതകയാണെന്ന് പറഞ്ഞു. പക്ഷെ പ്രഥമ ദൃഷ്ടിയ സാറ് നിരപരാധിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് പറയും എന്തിനാണോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കേസ് മുന്നോട്ട് പോട്ടെ, ഞാൻ ഇയാളെ ജാമ്യത്തിൽ വിടുകയാണെന്ന് പറയും. തക്കതായ കാര്യമില്ലാതെ 41 ദിവസം നിങ്ങൾ അയോട്ട ഓഫ് എവിഡൻസ് ഇല്ലാന്ന് ജഡ്ജി പറയുമ്പോൾ ആ അയോട്ട ഇല്ലാതെ 41 ദിവസം ഇയാളെ തടവിൽ വെച്ചതിന് ജഡ്ജി സമാധാനം പറയണ്ടേ? അതാ എങ്ങനെ പറയിപ്പിക്കും? ദാറ്റ് വാസ് ഇല്ലീഗൽ കസ്റ്റഡി. ഇല്ലീഗൽ കസ്റ്റഡി. പക്ഷെ അതിനെന്താണ്, അതിന് വകുപ്പ് എന്താണ്? അത് ഇവര് ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോടതി വിൽ മേക്ക് ദാറ്റ് റിമാർക്ക്. ഹൈക്കോടതിയിൽ പോകുമ്പോൾ അതാ ഞാൻ ഈ സിംഗിൾ ജഡ്ജി ഡിവിഷൻ ബെഞ്ചിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ SIT സമീപിക്കാൻ പോകുന്നത് ഹൈക്കോടതിയാണ്. പക്ഷെ ഹൈക്കോടതിയിൽ ഇവര് സമീപിക്കുന്ന ആ സിംഗിൾ ജഡ്ജി ഉണ്ടല്ലോ, ആ ജഡ്ജി ഇവരെ ഈ SITയെ പല വട്ടം ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതൊക്കെ ആ ജഡ്ജിയാണ്. ആ ജഡ്ജിക്ക് SITയെ പറ്റി വലിയ അഭിപ്രായം ഇല്ലെന്നേ, അന്വേഷണത്തിനെ പറ്റി. അപ്പൊ ആ ജഡ്ജിയുടെ അടുത്ത് മറ്റേ കൊല്ലം ജഡ്ജി ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇത് നിങ്ങൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞ് പോയാൽ വീണ്ടും അടി കിട്ടുമോ എന്നുള്ളൊരു സംശയം കൂടി കിടപ്പുണ്ട്. അങ്ങനെ പുലിവാലി പിടിച്ചിരിക്കുകയാണ് SIT. അല്ല, അതൊക്കെ ആസ്ഥാനത്തായ സംശയമാണ്. അത് ഇങ്ങനെ ഒരു അഭിപ്രായം രൂപവൽക്കരിക്കുന്നത് തന്നെ ശരിയല്ല. ഇപ്പോൾ ജാമ്യം പരിശോധിക്കുന്ന ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ ഈസ് എഗൻസ്റ്റ് SIT എന്നൊരു ധാരണ പരത്തിയിരിക്കുന്നു. അതും ശരിയല്ല. ജസ്റ്റിസ് ബദറുദ്ദീൻ ലോവർ കോർട്ടിൽ നിന്ന് പ്രൊമോഷനായിട്ട് ഹൈക്കോടതിയിൽ വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം തെളിവുകൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നോക്കും. ഈ റിട്ട് അധികാരത്തിലുള്ള അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ വക്കീലായിട്ട് മൂത്ത് ജഡ്ജിയായ ആൾക്കാരുണ്ട്. അവർ ട്രയലിലെ കാര്യങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകില്ല. അവരുടെ കുറ്റമല്ല, അവരുടെ പ്രാക്ടീസ് അതായിരുന്നു. ബദറുദ്ദീൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബദറുദ്ദീൻ ഇത് കാണുമ്പോൾ തന്നെ ഇത് ലോവർ കോർട്ടിൽ വിചാരണയിൽ നിൽക്കുമോ ഈ തെളിവ് എന്ന് നോക്കും. അതാണ് ബദറുദ്ദീനെ പറ്റി ഇങ്ങനൊരു അഭിപ്രായം വരാൻ കാര്യവും. പുള്ളി SITയുടെ പ്രവൃത്തി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് നിങ്ങളുടെ അന്വേഷണം ഏകദേശം നിന്നുപോയി, ഡിസംബർ 5-ാം തീയതി നിന്നാണ്, മുന്നോട്ട് പോയിട്ടില്ല, നിങ്ങൾ എന്തുകൊണ്ട് ശങ്കരദാസിനെ ഇത് ചെയ്തില്ല? അത് ശരിക്കും പറഞ്ഞാൽ ജാമ്യത്തിൻ്റെ പരിധി വിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു പുള്ളി. സാധാരണഗതിയിൽ അത് ചെയ്തതായിരുന്നു. അതിനകത്തൊരു ഇനപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്. വാസു ജാമ്യത്തിന് വന്നിരിക്കുന്നു. വാസുവിന് ജാമ്യം കൊടുക്കണോ വേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ശങ്കരദാസിനെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കാമോ? ഇല്ല, വാസുവിൻ്റെ ജാമ്യം പരിശോധിക്കുമ്പോൾ അത് ബട്ട് ബദറുദ്ദീൻ ഡിഡ് ദാറ്റ്. അവർക്ക് ഹൈക്കോടതി ജഡ്ജിക്ക് ആ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കാം. അതാണ് ശങ്കരദാസ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി തിളച്ച് നിൽക്കുകയാണ്. അവർ ഒരു മെരിറ്റിലും പോകാതെ അമ്പലം കൊള്ളയെടുത്ത് കൊണ്ടുപോടാന്നൊക്കെ പറഞ്ഞ് അർത്ഥശൂന്യമായിട്ടൊരു ബഹളം വെച്ചിട്ട് അവർ എടുത്ത് തള്ളി. അവർ ചെയ്തത് ശരിയൊന്നുമല്ല കേട്ടോ. ഇത് നടന്നു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ ക്ഷോഭിക്കുക, ജഡ്ജിമാരിങ്ങനെ ക്ഷോഭിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഒരു മുൻവിധിയോടെ ഈ കേസിനെ കാണുക. ഞാൻ പറയുന്നത് തന്ത്രിക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ 2 പേജിൽ ക്ലീനായിട്ട് ഈ കാര്യം എഴുതാം. 41 ദിവസം ഒരു പൗരനെ ഞാൻ തടവിൽ വെച്ചിരിക്കും. നിങ്ങളുടെ വാക്ക് കേട്ടുണ്ട് പോലീസുകാരുടെ. നിങ്ങൾ 10-100 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ തെളിവ് എന്തുകൊണ്ട് അതെന്തോ പരിശോധിക്കുന്നു. നിങ്ങൾ ജാംഷഡ്പൂരിൽ പോകുന്നു. ജാംഷഡ്പൂർ വരെ നിങ്ങൾ പോയി തിരിച്ചു വരുന്നവരെ ഞാൻ ഇയാളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അങ്ങനെ ഒരു പൗരനെ വയ്ക്കാൻ പറ്റില്ല. മാത്രമല്ല അയാൾക്ക് 66 വയസ്സുണ്ട്, 110 അസുഖമുണ്ട്, 2 തവണ ICUവിൽ കയറ്റി. ഇതെല്ലാം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ സ്ട്രിഞ്ചൻ കണ്ടീഷൻ വെച്ച് ഞാൻ ഇയാളെ പുറത്തുവിടാൻ പോവാണ്. ഇത് കവിഞ്ഞ് ഒരു പൗരനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജാമ്യം കൊടുക്കുന്നു. ദാറ്റ് ഈസ് ജസ്റ്റിഫൈഡ്. നിങ്ങൾ തെളിവിലെ പോകണ്ടെന്ന് അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്നൊക്കെ പറയാൻ പോകുന്നത് എന്തിനാ? എവിഡൻസ് ഒക്കെ പിന്നീട് വിചാരണയുടെ സമയത്ത് വരുന്നത്. ഈ കോടതി ഉണ്ടല്ലോ, തന്ത്രിക്ക് ഈ അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുത്ത കോടതി, ഈ കോടതി നമ്മുടെ ന്യായ സംഹിത അനുസരിച്ചാണോ പോയിരിക്കുന്നത് അതോ തന്ത്ര സമുച്ചയം അനുസരിച്ചിട്ടാണോ? അല്ലല്ല, അതൊക്കെ നിയമം അനുസരിച്ച് തന്നെ പോയിരിക്കുന്നത്. കാരണം 2 കൂട്ടരും സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റ് എടുത്ത് ഉദ്ധരിച്ചാണ് ആർഗ്യൂ ചെയ്തത്. അതിൽ ഒരു കൂട്ടരുടെ ജഡ്ജ്മെൻറ്റ്സും പ്ലസ് തൻ്റേതായ ചില ന്യായങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹം വിധിന്യായം എഴുതിയിരിക്കുന്നത്. അത് എനിക്കറിയില്ല, മാർക്സിസ്റ്റ് പാർട്ടി ആ ഒരു ആർഗ്യുമെൻ്റ് പറയുന്നുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റ് പോലെ ഇരിക്കുന്നു, അങ്ങനെ ഇരിക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം. ആ കാര്യത്തിൽ
അദ്ദേഹം ഈ എഴുത്തൊക്കെ കറക്റ്റാണ്. പിയേഴ്സിൻ്റെ വാദം പറഞ്ഞു, മോഹൻദാസിൻ്റെ വാദം പറഞ്ഞു, പിന്നെ തൻ്റെ കൺക്ലൂഷൻ പറഞ്ഞു. ഇതാണ് സ്റ്റാൻഡേർഡ് ചെയ്ത് സാധാരണ ജഡ്ജിമാർ ചെയ്യാറില്ല. സുപ്രീം കോടതി മാത്രമാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ അത് അദ്ദേഹം ചെയ്തതൊരു കുറ്റമായി പോയി എന്ന് ഞാൻ പറയില്ല. ബട്ട് അദ്ദേഹം ഈ തെളിവിൽ പോകാതെ ജാമ്യം കൊടുക്കുന്ന സമയത്ത് ജാമ്യം കൊടുക്കണമെന്ന് നോക്കിയാൽ മതി. അല്ലാതെ തെളിവിന് അയോട്ട ഓഫ് എവിഡൻസ് എന്നൊക്കെ പറഞ്ഞ് ജാടയടിക്കാൻ പോകാതെ ന്യായമായിട്ട് പറയുക. 41 ദിവസത്തിൽ കൂടുതലൊന്നും ഒരാളിനെ വെച്ചുകൊണ്ടിരിക്കാൻ ന്യായമില്ല. പുള്ളിക്ക് ആ സമയത്തെ സുപ്രീം കോടതി ജഡ്ജായിട്ടിരിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നത് കൊണ്ടും വിരോധമൊന്നുമില്ല. ഞാൻ പറയുന്നത് വേണ്ടാത്തതിലേക്ക് കയറണ്ടായിരുന്നു. പുള്ളി ഒരാൾക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ ജാമ്യം ഡിസ്ക്രിപ്ഷനാണല്ലോ ആഫ്റ്റർ ഓൾ. അങ്ങേർക്ക് പറയാം, നിങ്ങൾ VSSCയിൽ പോയി ഞാൻ കാത്തിരുന്നു, നിങ്ങളിപ്പോൾ ജാംഷഡ്പൂർ പോകാൻ പോകുന്നു, അതുവരെ എനിക്കൊരു പൗരനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന്. അല്ല, അത് പറഞ്ഞു എന്റെ കസ്റ്റഡിയിൽ ഇരിക്കുക, അയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലല്ലേ അയാൾ ഇരിക്കുന്നത്. അയാൾക്ക് സുഖമില്ല, കൂടെ ആശുപത്രിയിൽ പോകുന്നു. അല്ല, ഈ ഇത്തരം കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകും. അത് മാത്രമല്ല, അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് പറയുന്നു. അദ്ദേഹം ഇട്ടിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ, പത്തനംതിട്ടയിൽ കയറി പോകരുത്, ആഴ്ചയിൽ 2 ദിവസം പോലീസിന് മുമ്പിൽ ഹാജരാകണം. എന്തിന്? അയോട്ട ഓഫ് എവിഡൻസ് ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇയാൾ സ്റ്റേഷനിൽ ഹാജരാകുന്നത്? ശരിക്കും അത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. അല്ലേ, പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് എടുത്തുകൊണ്ട് വന്ന് സറണ്ടർ ചെയ്യണം. ചേട്ടാ, ഇതെന്ത് പണ്ടാരം? അയോട്ട ഓഫ് എവിഡൻസും ഇല്ല. തന്ത്രിക്ക് അനങ്ങാനും മേല. ചുരുക്കി പറഞ്ഞാൽ തന്ത്രിയെ കൂച്ചുവലം അണിയിച്ച് ജയിലിൽ നിന്ന് പുറത്തു വിട്ടിരിക്കുക. അനങ്ങാൻ പറ്റില്ല, ഇങ്ങനെ ചങ്ങലയുമായിട്ട് നടക്കും. ഇങ്ങനെ ഒരു വിധിയുണ്ട്. അത് ചെയ്യേണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഈ തന്ത്രപരമായ അവകാശങ്ങൾ മാത്രമേ തന്ത്രിക്കുള്ളൂ. അതുകൊണ്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ഒന്നും അദ്ദേഹം അറിയേണ്ടതല്ലായിരുന്നു, നോക്കേണ്ടതില്ലായിരുന്നു എന്ന് ഈ ജാമ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ പലരും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. കേസ് വിട്ടിട്ടൊന്നുമില്ല, ജാമ്യം കൊടുത്തിട്ടല്ലേ ഉള്ളൂ. എന്നാലും ആർഗ്യുമെൻ്റ് ഇങ്ങനെ പല ആളുകളും തന്ത്രിയുടെ പക്ഷം ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ഈ തന്ത്രിക്ക് ശരിക്ക് ശബരിമലയിൽ ഈ തന്ത്രപരമായ കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതിയോ? മതിയെന്ന് തത്വത്തിൽ ഞാൻ സമ്മതിക്കാം. പ്രൊവൈഡ് തന്ത്രിക്ക് അവിടെ മുറിയും കക്കൂസും സംഗതിയൊക്കെ ശ്രീകോവിലിനടുത്ത് കൊടുക്കാതിരിക്കരുത്. ഈ എന്ത് കാര്യത്തിനാണ് തന്ത്രി അവിടെ താമസിക്കുന്നത്? പുറപ്പെടാ ശാന്തിയേ ഉള്ളൂ, പുറപ്പെടാ തന്ത്രിയില്ല. തന്ത്രി അത്യാവശ്യ കാര്യത്തിന് പോയാൽ മതി. സാറ് ഗുരുവായൂർ തന്ത്രിയെ കണ്ടിട്ടുണ്ടോ? അബദ്ധവശാൽ കണ്ടാൽ കണ്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്രയോ തവണ പോയിട്ടുണ്ട്, തന്ത്രിയെ കണ്ടിട്ടുണ്ട്. ചോറ്റാനിക്കരയിൽ തന്ത്രിയെ കാണും, ഐക്യത്ത് പോയ തന്ത്രിയെ കാണും. അവിടെയൊക്കെ തന്ത്രിമാരുണ്ട്. അവരാരും ഇങ്ങനെ അവിടെ കുളിച്ചുകൊണ്ട് താമസിക്കാറില്ല. ഈ ശബരിമലയിൽ താമസിക്കുന്നത് എന്തിനാ? അതുകൂടാതെ ഇദ്ദേഹത്തിന് ചിലർ പറയുന്നു 1000 ക്ഷേത്രങ്ങൾ, 1200 ക്ഷേത്രങ്ങൾ, 420, 560 പല കണക്ക് കേൾക്കുന്നുണ്ട്. ഇത്രയും ക്ഷേത്രങ്ങളിൽ തന്ത്രമുണ്ട്. ഇതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? തന്ത്രസമുച്ചയം വെച്ച് അവരുടെ പ്രിയപ്പെട്ട ഗ്രന്ഥങ്ങളുടെ തന്ത്രസമുച്ചയം. തന്ത്രസമുച്ചയത്തിൽ ഇങ്ങനെ നാടുനീളെയുള്ള ക്ഷേത്രങ്ങളിൽ തന്ത്രമാകാവുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് ഗൾഫില് വലിയ കോർപ്പറേറ്റ് സംവിധാനം. അതെ, അത് ഈ ജഡ്ജി അതിനകത്ത് ജാമ്യാപേക്ഷയിൽ എഴുതിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ദക്ഷിണയായിട്ട് കിട്ടുന്ന തന്ത്രിയാണ്, അതുകൊണ്ട് അങ്ങേരുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവും. അല്ല, കാരണം ഇവർ പറഞ്ഞു ലക്ഷക്കണക്കിന് പണം ഈ മനുഷ്യൻ്റെ അക്കൗണ്ടിലുണ്ട്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. മറ്റേ അദ്ദേഹം ജഡ്ജി പറയുന്നത് സ്വാഭാവികമാണ്, അത്രയും ദക്ഷിണ കിട്ടുന്ന മനുഷ്യനാണ്. ശരി, അങ്ങനെയാണെന്ന് വയ്ക്കുക. എന്തിനാണ് ED ഇങ്ങനെ ഇപ്പോൾ ഈ മാർച്ച് 4-ാം തീയതി വരാൻ പറഞ്ഞിരിക്കുന്നത്? ദക്ഷിണ കിട്ടുന്ന മനുഷ്യനാണ്, കോടിക്കണക്കിന് രൂപ ദക്ഷിണ കിട്ടില്ല. എന്തന്വേഷിക്കാനാണ് ED വിളിച്ചിരിക്കുന്നത്? ED മാർച്ച് 4-ന് ഹാജരാകാൻ പറഞ്ഞിരിക്കുക തന്ത്രിയോട്. എന്തിന്? എന്നെ സാറിന് ED വിളിച്ചോ? ഇതുപോലെ നമ്മുടെ കയ്യിലും ഇല്ലേ 2-3 ലക്ഷം രൂപയൊക്കെ അക്കൗണ്ടിൽ, അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ളൂ. ED ഒരു ബ്ലേഡ് കമ്പനിയിലും പോയിരുന്നല്ലോ. അതെ. അപ്പോൾ ഈ ഒരു അയോട്ടയും ഇല്ലാത്തടത്ത് ED പറയാണ് അയോട്ടൊക്കെ അവിടെ നിന്ന് ചേട്ടൻ 4-ാം തീയതി ഒന്ന് വരണം കേട്ടോ. വന്നോളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.